ഹായ് കൂട്ടുകാരെ! ഇന്ന് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഒരു പീസ് തെർമാക്കോളൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ തെർമാക്കോൾ ബോൾസ് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ തെർമാക്കോളിനെ കൈവച്ച് തന്നെ ഒന്ന് മുറിച്ചെടുത്ത ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്നായിട്ട് ഇതുപോലെ തെർമാക്കോൾ ബോൾസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്രീ ആയി ഇരിക്കുന്ന സമയത്തൊക്കെ ചെയ്തെടുത്ത് നമുക്ക് കുറേ തെർമാക്കോൾ ബോൾസ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. കുട്ടികൾക്കടക്കം ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ കുറേ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ഒരു പീസ് തെർമാക്കോളിൽ നിന്നാണ് ഞാൻ ഇത്രയധികം തെർമാക്കോൾ ബോൾസ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെ തെർമാക്കോളൊക്കെ കിട്ടുന്ന സമയത്ത് ആരും കളയാതെ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നമുക്ക് തെർമാക്കോളിൽ കളിക്കാൻ തന്നെ ഭയങ്കര രസമായിരിക്കും അല്ലേ. ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കളർ തെർമാക്കോൾ ബോൾസ് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതും ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഏത് കളറാണോ വേണ്ടത് അത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിൽ വെറും പെയിൻറ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തെർമാക്കോൾ ബോൾസ് എത്രത്തോളം കളർ മിക്സ് ചെയ്തെടുക്കണോ അത്രയും തന്നെ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത പരിപാടി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇതുപോലെ കവർ ടൈറ്റ് ചെയ്ത് ഇതുപോലെ പിടിച്ച ശേഷം നമുക്ക് കൈ വെച്ച് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസിയായി കളർ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ കളർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കയ്യിലൊന്നും ആവാതെ സിമ്പിളായി തന്നെ നമുക്ക് പെട്ടെന്ന് കളർ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ തെർമാക്കോൾ ബോൾസൊക്കെ. അല്ലാതെ ഓരോന്നായി കളർ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സമയവും പിടിക്കും. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സമയവും ലാഭം, കയ്യിലും ആവാതെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് പെയിൻ്റൊക്കെ ഡ്രൈ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഈ പെയിൻറ്റിൻ്റെ കളറൊന്നും ഫെയ്ഡ് ആവാതെ ഇതുപോലെ തന്നെ കുറേ നാൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി അപ്പോൾ ആരും കടയിൽ പോയി കാശൊന്നും കൊടുത്ത് തെർമാക്കോൾ ബോൾസ് എന്തായാലും മേടിക്കില്ലല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസിയാണ്. കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ ഇത്. തെർമാക്കോളൊക്കെ നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ എന്തായാലും കിട്ടുമല്ലോ. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഇതുപോലെ എന്തായാലും ഉണ്ടാക്കി വെച്ചോ. നമുക്ക് എന്തായാലും ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇത് നമ്മുടെ തെർമാക്കോൾ ബോൾസൊക്കെ ഡ്രൈ ആക്കിയതിന് ശേഷം ഉള്ള വീഡിയോ ആണ് കേട്ടോ. ഇത് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാനോ അങ്ങനെ എന്തിനു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.